ഈ 2024 വർഷത്തിലെ ആദ്യ മമ്മൂട്ടി കമ്പനി ചിത്രമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ടർബോ. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ എത്രയാണ് എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. ഇപ്പോഴത്തെ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന മെഗാ മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ക്ലോസിംഗ് കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യ കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു മാറ്റവുമില്ല. അതായത് കേരളത്തിൽ 36 കോടി, വേൾഡ് വൈഡ് കളക്ഷൻ 72 കോടി. ഡീറ്റെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 36 കോടി ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടി 60 ലക്ഷം നേടിയെടുത്തപ്പോൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം 31 കോടി 60 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസ് 72 കോടി 20 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകൾക്ക് ശേഷം ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ടർബോ മാറിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഈ വർഷത്തിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് ടർബോ. ഇതിനിടയിൽ സമീപകാല മലയാളം സിനിമകളിൽ ഒരു കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ സിനിമയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ സിനിമ കൂടിയാണ് ടർബോ. കഴിഞ്ഞ ദിവസം സിനിമയുടെ സംവിധായകൻ വെളിപ്പെടുത്തിയ റിപ്പോർട്ട് പ്രകാരം 104 ദിവസം ആകിയ ചിത്രീകരണം നടന്ന മമ്മൂട്ടി കമ്പനിയുടെ ടർബോ എന്ന സിനിമയ്ക്ക് ആകിയ സിനിമയുടെ ബഡ്ജറ്റായിട്ട് വന്നിരിക്കുന്നത് 23 കോടി 50 ലക്ഷമാണ്. മമ്മൂട്ടിയുടെ പ്രതിഫലം, സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചിലവാക്കിയ തുക എന്നിവ മാറ്റി നിർത്തിയുള്ള ബഡ്ജറ്റാണ് ഇത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 23 കോടി 50 ലക്ഷം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 72 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ വെറും 10 ദിവസങ്ങൾ കൊണ്ട് 70 കോടി വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്ന സിനിമയാണല്ലോ ടർബോ. അതിനുശേഷം ഏകദേശം 30ഓളം ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ട്. എന്തുകൊണ്ട് സിനിമയുടെ 100 കോടി ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നില്ല എന്നത് ആരാധകർക്കിടയിലെ പരസ്പര ചോദ്യമാണ്. ഇനി നാം ഉറ്റുനോക്കുന്നത് ടർബോയുടെ ആ ഒരു ഒഫീഷ്യൽ കളക്ഷൻ വേൾഡ് വൈഡ് പോസ്റ്റർ പുറത്തു വരുമോ ഇല്ലയോ എന്നാണ്. ആ ഒരു പോസ്റ്റർ OTT റിലീസിന് മുന്നോടിയായിട്ട് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ ടർബോയുടെ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾക്കായിട്ട്.